അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. നോമ്പുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൺഡേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പോകാനുണ്ടായിരുന്നു അബ്രൂനും ദിയാനും. അബ്രൂൻ ദിയ ആരാന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാഥുവിൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരാണ്. നാഥുവിൻ്റെ സിസ്റ്റർ ദുബായിലാണ്. അപ്പോൾ അളിയനും പിള്ളേരും ഇവിടെ കൊച്ചിയിൽ ചുള്ളിക്കലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് കുമ്മട്ടി ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിചാരം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ റേറ്റ് കുറവാണെന്നല്ലേ, കമ്പാരിറ്റീവ്ലി ഷോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. പക്ഷേ ഇതാ എടുത്ത ഗ്രീൻ കളർ കുമ്മട്ടിയില്ലേ, അതിനൊരു കിലോ 40 രൂപ ആയിരുന്നു കേട്ടോ. വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് അറിയണത്. പിന്നെ തിരിച്ചു കൊടുക്കാനുള്ളൊരു മടി കാരണം അത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അബ്രൂന് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനു ഭയങ്കര ഇഷ്ടമാണ് ഇവരെ രണ്ടുപേരെയും. ഇതാണ് ഇത്താത്തൻ്റെ രണ്ടാമത്തെ കൊച്ചിട്ട്, അബ്രു എന്നാണ് പേര്. ഇതാണ് ഇത്താത്തൻ്റെ ഫസ്റ്റ് കൊച്ച്, ദിയൂസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് അതിനു ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതുമല്ല അവിടെ അധികം നേരം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ നോമ്പൊറുക്കലായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകണമായിരുന്നു. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ റോറോയിൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 1 hour അടുത്ത് വെയിറ്റ് ചെയ്തിട്ട് വൈപ്പിൽ. എന്നിട്ടാണ് റോറോ കിട്ടിയത്. ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ എറണാകുളം വഴിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം പറഞ്ഞില്ലേ വീട്ടിലോട്ട് പോകണല്ലോ, അവിടെ ഉമ്മച്ച് ഒറ്റക്കാണ്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാൻ കണ്ടിട്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറേ എന്തൊക്കെയോ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അതിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോൺ കിട്ടിക്കാനാലും അതിന് ഫസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും വീഡിയോ എടുക്കലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് CNG അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ AC ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ചൂടും നോമ്പിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതവിടെ CNG അടിക്കാൻ കയറിയപ്പോൾ ഞാനും ബാപ്പി അതിനും കൂടി ഇത് അവിടെ മാറിയിരിക്കണമായിരുന്നു കേട്ടോ, വെയിൽ കൊള്ളണ്ടല്ലോ വെച്ചിട്ട്. പിന്നെ CNG അടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകണ വഴിക്ക് മുന്തിരി കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയില്ലേ. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാപ്പി അതിനും കൂടി പോയിട്ട് പിന്നെ ഉമ്മി ഒരു പുതിയ പാത്രം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോണ ഒഴിക്കുന്ന തേവരയിലുള്ള റിലയൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം ഞാൻ ഉമ്മിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് വാങ്ങിയത്. കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ചിട്ടൊന്നും. അപ്പോൾ അവിടെ കുറേ ഓഫറൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഒരു പാത്രമാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, കറി വെക്കാനുള്ള സെറ്റപ്പിനുണ്ടോ. പക്ഷേ അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് കിട്ടി. അതിനകത്ത് ബാർകോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ പോയിട്ട് ബാർകോഡൊക്കെ എടുത്തിട്ട് വന്നിട്ടൊക്കെയാണ് ബില്ല് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് അതിനിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകാൻ ടൈം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പ്രസ്റ്റേജിൻ്റെ ഇതായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 999 അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ 600 rupees വരുന്ന ഈ ഗ്ലാസിൻ്റെ സെറ്റ് 6 ഉണ്ടായിരുന്നു. അത് 199 എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഗ്ലാസ് ആയിരുന്നു കേട്ടോ. നോർമലി ഉള്ളതിനേലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും യൂസ് ചെയ്തിട്ട് നോക്കണം. പിന്നെ പോണ സമയത്ത് ഞാൻ അതും എൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്നെ കളിയാക്കാനുള്ള ഉദ്ദേശത്തിൽ വെക്കണതാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ അത് ശീലമായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അതും എന്നെ വീടിൻ്റെ അവിടെ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാപ്പിയും അതിനും കൂടി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് വീട്ടിൽ പോയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് വരുമ്പോൾ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഉമ്മച്ചി കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ചെന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ അത് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് തുറക്കാൻ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫാമിലി, പിന്നെ അമ്മയുടെ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ നോമ്പോരൊന്നല്ലായിരുന്നു കേട്ടോ, ചെറിയൊരു നോമ്പോരായിരുന്നു. സ്നാക്കായിട്ടുണ്ടായിരുന്നത് കട്ട്ലേറ്റും ഉന്നക്കായായിരുന്നു. ഇതിൻ്റെ ഷേപ്പൊന്നും കണ്ട ആരും പേടിക്കണ്ട, ലുക്കിന് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഉന്നക്കായ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിയും സെയിം എന്നെ പോലെ തന്നെ കേട്ടോ, കുക്കിങ്ങിന് ഭയങ്കര പുറകിലോട്ടാണ്, വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഈ ഉണ്ടാക്കിയതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പായിട്ട് ഉണ്ടാക്കണതെല്ലാം അടിപൊളിയാണ്. അത് ക്യാമറമാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതും വാപ്പി വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കാറായപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് ആയിട്ടുണ്ടായിരുന്നു, മാംഗോ ജ്യൂസ് ആയിരുന്നു, പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് പത്തിരിയും ബീഫ് കറി ആയിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.